എന്താ സാർ നോക്കുന്നത്? മേശയുടെ താക്കോല് കാണുന്നില്ല. കാപ്പ് കുടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബോള വട്ടത്തിലരിയോ? വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും എന്താ ഗീതകുഞ്ഞ് വ്യത്യാസം? സവാള സവാള തന്നെയല്ലേ? ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതാണ് അതിന്റെ ചിട്ട. ആഹാ, വട്ടത്തിലേക്ക് വട്ടത്തിൽ. ഗീതകുഞ്ഞ്, കുഞ്ഞിന്റെ ചാപ്സ് ഉണ്ടല്ലോ, ചാറ് പോലും കളയാതെ മുഴുവൻ സാറ് കഴിച്ചു. ഒരു എല്ല് പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങള് കാരണം എന്റെ ജോലി പോകുന്ന തോന്നുന്നത്. അയ്യോ, അതെന്താ കുഞ്ഞേ? തനിക്ക് ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസിച്ചു പോയി. അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇന്നെന്താവും എന്തോ. കുഞ്ഞിനൊരു ദോഷവും വരില്ല. പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിമാരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ, വേഗാട്ടെ. വട്ടത്തിലരിഞ്ഞു. എന്താ വന്നു സാറേ? സവാള സവാള. നിൽക്കൂ. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഗീത ഉണ്ടാക്കി തന്ന സ്വാദുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഗീതയെ അധിക്ഷേപിച്ചു, ശകാരിച്ചു. ദുഃഖമുണ്ട്. ക്ഷമിക്കൂ. പിന്നെ വിശദീകരണം ഒന്നും വേണ്ട, എല്ലാം മനസ്സിലായി. അല്പം താമസിച്ചാണെങ്കിലും. ഇത് നീ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പൊയ്ക്കോളൂ. ഞാൻ പോകുന്നു സാർ. ഇത് അടുക്കളയുടെ താക്കോൽ. ഈ ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാ പറഞ്ഞേ? ശവത്തി കുത്തരുത് സാർ. മടങ്ങി വന്ന മടലൊടിച്ചടിക്കുന്നത് ദൈവദോഷമാണ് സാർ. തന്നെ വിട്ടിയാക്കി അല്ലേ? തന്നെ അങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്നെ പോലീസിൽ എത്തിക്കില്ലേ സാർ? ഒരു കുടുംബം വഴിയാധാരമായി പോകും സാർ. കേടാത്ത സാർ, അയ്യോ അറിഞ്ഞു കൊടുത്തിരിക്കും മോളെ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് കയറി വരേണ്ട കാര്യമുണ്ടോ? എങ്ങനെയായാലും എല്ലാ വിവരങ്ങളും സാർ അറിഞ്ഞു. സോണിന്റെ പണി പോയത് തന്നെ. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അത് പ്രയോജനപ്പെടാതെ പോയല്ലോ മോളെ. അമ്മജി, അമ്മജി, ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ഗീതകുഞ്ഞെ രക്ഷപ്പെട്ടു. പിടിച്ച് പോലീസിൽ എത്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാകാൻ, വെക്കേഷൻ പാർക്ക് തിരിച്ചു വരുന്നവരെ സർവീസ് തുറന്നോളാം ഉത്തരവായി. കുഞ്ഞിന്റെ കറിയുടെ രക്ഷപ്പെട്ടെന്ന് പറമോനെ. എല്ലാ അമ്മച്ചിയുടെയും ഗീതക്കുഞ്ഞിന്റെയും സന്മനസ്സുകൊണ്ടാണ്. ഒരു സഹായം കൂടി ചെയ്തു തരണം. അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലാനാണ് സാറിനെ വിട്ടിരിക്കുന്നത്. ഇനിയെന്ത് സഹായമാ? പാചകം അറിഞ്ഞുകൂടാത്ത ഞാൻ വെറും ഒരു തീറ്റിപ്പണ്ടമായിട്ട് ഇനി അവിടെ കഴിയുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇന്നു മുതൽ ചോറ് മാത്രം ഞാൻ അവിടെ വെക്കുന്നു. കറി ഇവിടെയും. ബുദ്ധിമുട്ടാകുമോ? ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ ഏതായാലും ഇവിടെ കറി വെക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഒരല്പം കറി അങ്ങോട്ടും തരുന്നു. കൊണ്ടുവരണ്ട, ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചോണ്ട് വെച്ചോളാം. ബുദ്ധിമുട്ട് തീർന്നില്ലേ? വേണ്ട വേണ്ട, അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അതൊന്നും സാരമില്ല മോളെ. ഒന്നുമില്ലേലും നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ? പറഞ്ഞു വെച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്നാലും അത് വേണോ അപ്പച്ചി? അത് തെറ്റൊന്നുമില്ല മോളെ. നമുക്ക് അവരുമായി ബന്ധമൊന്നുമില്ലേലും അയൽക്കാരാ. കറി ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞേക്കും മോനെ. ഗുരുവായൂരപ്പാ, ആ കടമ്പയും കടന്നു കിട്ടി. മോളെ, വേഗം അടുക്കളയിലോട്ട് ചെല്ല്. ശരി അപ്പച്ചി.
സാറിന് ഇഷ്ടമുള്ള കറികളൊക്കെ കുഞ്ഞിന് പ്രത്യേകം വെച്ചിട്ടുണ്ട്. വേഗം വിളമ്പട, വിശക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അറിയാതെ ആഹാരം ഉണ്ടാക്കി തന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടായിക്കൂടെ ജീവിതാവസാനം വരെ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. വിരോധമില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും അപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലല്ല ഗീത എന്റെ അമ്മ. അവർ സ്നേഹസമ്പന്നയാണ്. എന്നാലും ഈ ബന്ധം അമ്മ ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്റെ പേടി. ഒന്നും പേടിക്കണ്ട. അല്പം എടുത്തയാറ്റം ഉണ്ടെന്നല്ലാതെ അവരാരെയും നൊമ്പരപ്പെടുത്താറില്ല. ഞാനൊരു പാവപ്പെട്ട അധ്യാപകന്റെ മോളാണ്. നിങ്ങളെപ്പോലുള്ള പണവും പദവിയും നിങ്ങൾക്കില്ല. ആ നിലയ്ക്ക് നമ്മളുടെ ഈ ബന്ധം അമ്മ എതിർത്താലോ? എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അമ്മ ചെയ്യില്ല. എന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അവരാകെ അസ്വസ്ഥയാവും. പണ്ടൊരിക്കൽ എനിക്ക് ടൈഫോയിഡ് വന്നു. ആശുപത്രി പേവാടിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല. അമ്മ അവധിയെടുത്ത് രാപ്പകൽ എന്റെ കട്ടിലിനരികിലിരുന്ന് എന്നെ ശുശ്രൂഷിച്ചു. കുളിച്ച് നോർമൽ ആയതിനു ശേഷമാണ് അമ്മ കോർട്ടിൽ പോയത്. അത് പെറ്റമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. പാവപ്പെട്ട എന്നോടത് ഉണ്ടാവണമെന്നുണ്ടോ? അക്കാര്യത്തിൽ നീ സംശയിക്കുക വേണ്ട. അമ്മ വന്നു കഴിഞ്ഞ്
ഞാൻ നേരിട്ട് ഈ വിവരം പറയും. അമ്മ നിന്നെ വിളിപ്പിക്കും. ഞാൻ തെളിഞ്ഞ വധു അനുരൂപയാണെന്ന് അവർക്ക് ബോധ്യമാവും. നിന്റെ അച്ഛനെ വിളിപ്പിക്കും. അങ്ങനെ മംഗളമായി നമ്മുടെ വിവാഹം നടക്കും. ഈശ്വരൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നെങ്കിൽ തീർച്ചയായും സാധിച്ചു തരും.